നമ്മളിൽ പലരും ഇറ്റ് എന്ന സിനിമ കണ്ടിട്ടുണ്ടാകും. ഈയിടത്ത് അതിനെക്കുറിച്ചൊരു സീരീസും പുറത്തു വന്നിരുന്നു. അതിലെ പെന്നിവൈസ് എന്ന ക്ലൗൺ നിങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ടാകാം. എന്നാൽ കഥാപാത്രത്തിന് പ്രചോദനമായത് വെറും ഒരു സങ്കല്പമല്ല, മറിച്ച് നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്ന ഒരു യഥാർത്ഥ പിശാചാണ്. പകൽ മുഴുവൻ കുട്ടികളെ ചിരിപ്പിക്കുകയും രാത്രിയിൽ അവരെ വേട്ടയാടുകയും ചെയ്യുന്ന ജോൺ വെയിൻ ഗേസി. നമുക്ക് നോക്കാം. അമേരിക്കയിലെ ചിക്കാഗോയിൽ ജീവിച്ചിരുന്ന ഗേസി നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു. രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അയാൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുകയും കുട്ടികളുടെ പാർട്ടികളിൽ പോകോ ദ ക്ലൗൺ എന്ന വേഷം കിട്ടി അവരെ രസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ആ ചിരിക്കുന്ന മുഖത്തിന് പിന്നിൽ 33 പേരുടെ ജീവനെടുത്ത ഒരു കൊലയാളി ഉണ്ടായിരുന്നെന്ന് അന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. 1972 മുതൽ 1978 വരെയുള്ള കാലഘട്ടം ചിക്കാഗോയിലെ പല യുവാക്കളെയും കാണാതാകാൻ തുടങ്ങി. ഗേസി അവരെ തന്ത്രപരമായി തന്റെ വീട്ടിലേക്ക് എത്തുകയും പിന്നീട് അവരെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. അതിലും ഭീകരമായ സത്യം മറ്റൊന്നായിരുന്നു. താൻ കൊന്നവരുടെ മൃതദേഹങ്ങൾ അദ്ദേഹം അയാളുടെ വീടിന്റെ തറക്കടിയിലായിരുന്നു ഒളിപ്പിച്ചിരുന്നത്. അഴുകിയ മൃതദേഹത്തിന്റെ മണത്തെക്കുറിച്ച് ചോദിച്ചവരോട് സെപ്റ്റിക് ടാങ്കിലെ കുഴപ്പമാണെന്ന് പറഞ്ഞ് അയാൾ അവരെ വിശ്വസിപ്പിച്ചു. റോബർട്ട് പി എസ് എന്ന 15 വയസ്സുകാരന്റെ തിരോധനമാണ് ഗേസിയെ കുടുക്കിയത്. പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിൽ ഗേസിയുടെ വീട് പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് അസ്ഥികൂടങ്ങളുടെ കൂമ്പാരമായിരുന്നു. 29 മൃതദേഹങ്ങൾ ആ വീടിനുള്ളിൽ നിന്നും ബാക്കി 4 അടുത്തുള്ള പുഴയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. കോടതിയിൽ വെച്ച് അയാൾ പറഞ്ഞ വാക്കുകൾ ലോകത്തെ ഞെട്ടിച്ചു. ഞാൻ വെറും ഒരു കൊലയാളിയല്ല, മറിച്ച് കില്ലർ ക്ലൗൺ ആണ്. 1994 ഇയാൾക്ക് വധശിക്ഷ നടപ്പാക്കി. പക്ഷേ ഇയാൾ വിധിച്ച ഭീതി ഇന്നും ലോകം മറന്നിട്ടില്ല. നമ്മൾ കാണുന്ന ഓരോ ചിരിക്കുന്ന മുഖത്തിന് പിന്നിലും വലിയൊരു രഹസ്യം